രാസലഹരി അതായത് സിന്തറ്റിക് ഡ്രഗ് നീ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചോദ്യത്തിനോട് അയാൾ നൽകിയ മറുപടി 3 മാസത്തിന് മുമ്പ് ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. 3 മാസത്തിന് മുമ്പ് ഞാൻ ഒരേ ഒരു തവണയും ജീവിതത്തിൽ അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് 3 മാസത്തിന് മുമ്പാണ് എന്നാണ് ഇയാളുടെ മൊഴി. അതായത് ഒരേ ഒരു തവണ എന്ന് പറയുമ്പോൾ അതിലും കള്ളത്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തീർച്ചയായും സാധ്യതയുണ്ട്. അത് എന്താ പറയുക, ഈ ഇത്തരം ക്രൈം ചെയ്യുന്ന ഒരാൾ ആ ക്രൈമിനെ ഒളിപ്പിക്കാൻ പരമാവധി ശ്രമിക്കും. പിന്നെ ഇയാൾ ഇപ്പോഴും പറയുന്ന ഒരു ഇതുണ്ട്, നീതി. അതായത് നിങ്ങൾ എന്നെ പിടിച്ചതല്ലോ, ഞാൻ വന്ന് കീഴടങ്ങി. സാർ, നിങ്ങൾ എന്നെ പിടിച്ചതല്ലല്ലോ. മഹാമനസ്കത ഇപ്പോഴും വളരെ വലിയ എന്താ പറയുക, ഒരു ഗാന്ധിയാണെന്നുള്ള രീതിയിലാണ് അവിടെ കഴിയുന്നത്. മാത്രമല്ല അവിടെ വരുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ ഈ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിന്റെ രീതിയെക്കുറിച്ച്. ഇതൊക്കെയാണ് അയാൾ കാട്ടിക്കൂട്ടുന്ന ചില പരിപാടികൾ. ഇത്തരം കാര്യങ്ങളാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഈ എല്ലാവരുടെയും ഉള്ളിലൊരു ക്രിമിനലുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ ക്രിമിനലുണ്ട്. ആ ക്രിമിനൽ പുറത്ത് വരാതിരിക്കുന്ന സാഹചര്യം, പുറത്തു വരാൻ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം ആ ക്രിമിനൽ വാസനയുടെ റേഞ്ച് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും.